നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കുവാൻ, ദൈവത്തിന് നന്ദിയുള്ള സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ ലഭിച്ച സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് യേശു കർത്താവിൻ്റെ ദർശനം തനിക്കുണ്ടാവുകയും ആ കർത്താവിൻ്റെ മഹത്വം കണ്ട് കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന യോഹന്നാൻ്റെ ഒരു പ്രത്യേകമായ ഒരു അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിൻ്റെ മാറിനോട് ചേർന്നിരുന്നവനാണ്. യേശു കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നമ്മെ സ്നേഹിക്കുന്നവന്, ദൈവത്തിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചാണ് ആദ്യം ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവൻ, ഇന്നും ആ സ്നേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹിച്ചവൻ എന്നല്ല, സ്നേഹിക്കുന്നവനും എന്നാണ് അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ ഓർപ്പിക്കുന്നത്. കാൽവറിയിലെ ക്രൂശിൽ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം തൻ്റെ പ്രിയപുത്രനിലൂടെ പ്രദർശിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലിയ ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നൊരു വസ്തുതയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ദൈവം സ്നേഹം തന്നെ എന്നാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതു തന്നെ.
സാക്ഷാൽ സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് തീർക്കാവുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും. തിരുവചനത്തിൽ സ്നേഹത്തിന് ദൈവസ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഗ്രീക്കിൽ അഗാപ്പെ ലവ് എന്നാണ്. യാതൊരു പ്രതിഫലവും നോക്കാതെ, പ്രതിഫലം വെച്ചുകൂടാതെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയം ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ യാതൊരു യോഗ്യതകളും കണ്ടുകൊണ്ടല്ല, നമ്മുടെ യാതൊരു മേന്മയോ നമ്മുടെ യാതൊരു നന്മയും കണ്ടുകൊണ്ടല്ല, നമ്മെ വലിയവനായ ദൈവം തൻ്റെ പുത്രനിലൂടെ സ്നേഹിച്ചു. അതുമാത്രമല്ല, നമുക്ക് വേണ്ടി യേശു കർത്താവ് മരിച്ചതിലൂടെ ആ സ്നേഹം പ്രത്യക്ഷമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രാവിലെ പാപികളായ ദോഷികളായ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം ഇവിടെ വായിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നവനും ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ആണ് യോഹന്നാൻ അപ്പോസ്തലൻ ആദ്യമായിട്ട് ഓർപ്പിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ പാപം പോക്കി നമ്മളെല്ലാവരും പാപികളായിരുന്നു, പാപത്തിൽ ജനിച്ചവരായിരുന്നു, പാപത്തിൻ്റെ ശമ്പളമായ നിത്യനരകത്തിന് നാം വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ പാപം പോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ചു, പാപത്തെ എന്നേക്കുമായിട്ടും നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയാക്കി ദൈവം. എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മുടെ പാപം പോക്കി. നമ്മുടെ പാപത്തിൽ നമുക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ വലിയവനായ ദൈവം അതിനൊരു മാർഗം ഒരുക്കി. ആ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. പാപം പോക്കി എന്നുള്ളത് എത്രയോ വലിയൊരു നന്മയാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്തത്. അതുമാത്രമല്ല, ഇവിടെ വായിക്കുന്നത് നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു. വലിയൊരു വിടുതൽ നമുക്ക് ലഭിച്ചു. രക്തത്താൽ, ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം പാപികളായ നമുക്ക് വലിയൊരു വിടുതൽ കിട്ടി, വിടുവിച്ചു. എവിടെ നിന്നാണ് വിടുവിച്ചത്? പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മെ വിടുവിച്ചു. പാപത്തിൻ്റെ ശമ്പളമായ നിത്യനരകത്തിൽ നമ്മെ വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, സാത്താന്യ ബന്ധനങ്ങളാൽ, മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിൻ്റെ ആ രക്തം മുഖാന്തരം, മരണം മുഖാന്തരം നമുക്ക് വലിയൊരു വിടുതൽ ലഭിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ വായിക്കുന്നത് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തുവനുമായവന്. എത്ര ശ്രേഷ്ഠകരമായൊരു പദവിയാണ്! നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തു. എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി ദൈവം ചെയ്തത്. നമുക്കറിയാം, യഹൂദന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ, അവരാണ് പുരോഹിത രാജ്യം, ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്. എന്നാൽ ജാതികളായ നമുക്ക് ഒരിക്കലും അവകാശം പറയുവാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ ദൈവം നമ്മെ ഒരു രാജ്യമാക്കി, ദൈവത്തിൻ്റെ വിശുദ്ധ പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തു. അതുമാത്രം നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് നമ്മെ രാജാക്കന്മാരാക്കി തീർത്തു എന്നുള്ളതാണ്. എത്ര ശ്രേഷ്ഠകരമായൊരു പദവിയാണ്! അതുമാത്രമല്ല, പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടമാണ് പുരോഹിതന്മാർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പുരോഹിതന്മാരാക്കി തീർത്തു. രാജകീയ പുരോഹിത വർഗം ആക്കി നമ്മെ തീർത്തു. നാം ഇന്ന് ദൈവത്തിന് ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി നമ്മെ പണിയുന്നു എന്നാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്. വിശുദ്ധ പുരോഹിത വർഗമായി
നാം എന്താണ് ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം? സ്തോത്രമെന്ന യാഗം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തോത്രമെന്ന യാഗം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് ഇടപെടാതെ നാം അർപ്പിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ നാം കഴിക്കുന്ന ആത്മീയ യാഗം എന്ന് പറയുന്നത് ഈ സ്തോത്രമെന്ന യാഗമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് ദൈവം നമുക്ക് നൽകിയത്. അതും അങ്ങനെ നമ്മെ ആ പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഈ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന സ്തുതിയും സ്തോത്രവും യാഗവും അർപ്പിച്ച് ഈ വലിയവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. താഴോട്ട് വായിക്കുമ്പോൾ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട് ഇന്ന് അവൻ ആയിരിക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് വീണ്ടും മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. സ്തോത്രം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും രണ്ടാമതവൻ പ്രത്യക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ ലോകാവസാനത്തിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ സ്വന്തം യാഗം മുഖാന്തരം നമുക്ക് വേണ്ടി എന്നേക്കുള്ളൊരു യാഗം കാൽവറിയിലെ ക്രൂശിൽ അർപ്പിച്ച് നമുക്ക് രക്ഷ ഒരുക്കിയ കർത്താവ്. കാലാകാലങ്ങൾ ഈ രക്ഷകനായ കർത്താവിൽ വിശ്വസിക്കുവാനും ദൈവമക്കളായി തീരുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് വീണ്ടും വരുവാൻ പോവുകയാണ്. നാം അവനെ കാണുവാൻ പോവുകയാണ്. അവൻ മേഘാരൂഢനായിട്ട് അവൻ വരുവാൻ പോകുന്നു. ഇവിടെ വായിക്കുന്നത്, അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, യോഹന്നാൻ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഒരു പടയാളി കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. സക്കറിയ പ്രവചനത്തിൽ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ സമയം നാം ഈ കർത്താവിനെ ഓർക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹം എത്രയോ വലിയ സ്നേഹമാണ്. അവൻ തൻ്റെ മാറ് പിളർന്ന് നമുക്ക് വേണ്ടി ആ രക്തവും വെള്ളവും ഒഴുക്കി തന്ന് നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ ദൈവമക്കളാക്കി തീർത്തു. രാജകീയ പുരോഹിതവർഗമാക്കി തീർത്തു. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു വിശുദ്ധ വംശമായിട്ട് നമ്മെ തിരഞ്ഞെടുത്തൊരുക്കുകയാണ്. നമ്മുടെ കർത്താവ് വീണ്ടും വരുവാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, 3-4 വാക്യങ്ങൾ. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര ഭാഗ്യകരമായൊരവസ്ഥ. നമ്മെ സ്നേഹിച്ച ആ ദൈവം നമ്മെ ചേർക്കുവാനായിട്ട് വീണ്ടും വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ നിത്യം ആരാധിക്കുന്ന ഭാഗ്യകരമായൊരു പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മോശയ്ക്ക് ദൈവത്തിൻ്റെ മുഖം കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല. എൻ്റെ മുഖം കണ്ടിട്ട് ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല എന്നാണ് മോശയോട് യഹോവയായ ദൈവം പുറപ്പാട് പുസ്തകത്തിൽ അവിടെ അരുളി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വായിക്കുന്നത്, അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസന്മാർ ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തോത്രം, നമുക്ക് വേണ്ടി നിന്നയും പരിഹാസവും തുപ്പലുമേറ്റ കർത്താവ്. എന്നാൽ ഈ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. ആ കർത്താവിൻ്റെ ആ പ്രത്യക്ഷത കണ്ടപ്പോൾ, അവൻ്റെ മുഖത്തിൻ്റെ ആ മഹത്വം യോഹന്നാൻ കണ്ടപ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ 17-ാമത്തെ വാക്യത്തിൽ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് രാവിലെ സമയം നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ആ ശാപകരമായ നിന്ദ്യമായ ക്രൂശ് മരണം അനുഭവിച്ച് അടക്കപ്പെട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ്
40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ നാം വീണ്ടും കാണുവാനായിട്ട് പോവുകയാണ്. ഇന്ന് വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ആ കർത്താവിൻ്റെ മഹത്വം കണ്ട് ആ കർത്താവിന് ആ സ്തോത്രമെന്ന യാഗം നാം അർപ്പിക്കുകയാണ്. എന്നാൽ താമസമിന നമ്മുടെ കർത്താവ് വീണ്ടും മേഘാരൂഢനായി വരുവാൻ പോവുകയാണ്. ആ കർത്താവിനെ നമുക്ക് കണ്ട് വിശ്വാസത്തോടെ അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കുമെന്ന് നാം വായിച്ചതുപോലെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും പുകഴ്ചയും അർപ്പിച്ച് ഈ മഹത്വസമ്പൂർണമായ കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണത്തോട് ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത്, ഇത് രക്തവിലയാകിയാൽ ശ്രീഭണ്ഡാരത്തിലിരുന്ന് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ചു. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു. കർത്താവിൻ്റെ ഭൂമിയിലെ ഒടുവിലത്തെ സമയങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഗെത്സമനയിൽ വെച്ച് പടയാളികളുടെ അകമ്പടിയോടുകൂടെ യൂദ ചെന്ന് കർത്താവിനെ ചുംബിച്ച് കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. കർത്താവിനെ കയ്യേറ്റ പടയാളികളും ചേവകരും സഹസ്രാധിപനും ഒക്കെ മഹാപുരോഹിതന്മാരായിരുന്ന ഹന്നാവിൻ്റെയും കയ്യാഫാവിൻ്റെയും ഹെരോദ രാജാവിൻ്റെയും പിലാത്തോസിൻ്റെയും സന്നിധിയും സംഘത്തിൻ്റെയും ഒക്കെയും മുന്നിലൂടെ വിസ്താരത്തിന് വേണ്ടി കർത്താവിനെ കൊണ്ടുപോയി ഒടുവിലേക്ക് വരുമ്പോൾ പിലാത്തോസ് യഹൂദന്മാരുടെ താല്പര്യപ്രകാരം അവനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കാര്യം യൂദ കണ്ടു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നും അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. കർത്താവിൻ്റെ പിന്നാലെ അനുഗമിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഓരോ നീക്കങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് യൂദ കർത്താവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. യൂദയുടെ ഉള്ളിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ദ്രവ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദുരന്താനുഭവം ഉണ്ടായതിലുള്ള ദുഃഖത്തോടുകൂടെ അവൻ അനുതപിക്കുവാനിടയാകുന്നത്. കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന് അവൻ കണ്ടു, അകലം വിട്ടവൻ അനുഗമിച്ചു. ഇപ്പോൾ ഇതാ കർത്താവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അവൻ പ്രതീക്ഷിച്ച കാര്യമല്ല. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അടയാളങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷപാത രോഗികളെ എഴുന്നേറ്റ് നടക്കുമാറാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള കർത്താവ്, ഒരിക്കലും കർത്താവ് ഈ യഹൂദന്മാരുടെ പിടിയിൽ അമർന്ന് ക്രൂശിക്കപ്പെടുമെന്നോ കൊല്ലപ്പെടുമെന്നോ ഉള്ള യാതൊരു ചിന്തയും അവന് ഉണ്ടായിരുന്നില്ല.
കർത്താവ് രക്ഷപ്പെടും, എനിക്ക് 30 വെള്ളിക്കാശും കിട്ടും എന്ന ചിന്തയാണ് അവനുണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. അതാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞ് അവൻ അനുതപിച്ചു. വലിയ ദുഃഖം അവൻ്റെ ഉള്ളിലുണ്ടായി. നാം ഇവിടെ വായിക്കുന്നത്, അവൻ നേരെ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും അരികിലേക്ക് ഓടി. അവന്റെ കയ്യിൽ ഇപ്പോൾ കർത്താവില്ല, അവന്റെ ഹൃദയത്തിൽ കർത്താവില്ല, അവന്റെ ജീവിതത്തിൽ കർത്താവില്ല. അവന്റെ കയ്യിൽ ആകപ്പാടെ 30 വെള്ളിക്കാശ് മാത്രമേ ഉള്ളൂ. കുറെ മണിക്കൂറുകളായിട്ട് ഇത് അവന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പക്ഷേ ആ വെള്ളിക്കാശുകളുമായിട്ട് അവൻ നേരെ മഹാപുരോഹിതന്മാരുടെ അരികിൽ ചെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു കൊടുത്തത്, കാണിച്ചു തന്നത്. അതുകൊണ്ട് ഈ പണം എനിക്ക് വേണ്ട. ഒരു കുറ്റക്കാരനെ കാണിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു സാമൂഹ്യ ദ്രോഹിയെ കാണിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇസ്രായേലിന്റെ പ്രതീക്ഷയായിരുന്നവനെ, ഇസ്രായേലിന്റെ രാജാവായി പിറന്നവനെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ, ആ കർത്താവിനെയാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അതൊരിക്കലും ശരിയായില്ല. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു. 3 വർഷക്കാലം ആരോടൊപ്പം ഞാൻ നടന്നുവോ, ആരുടെ പ്രബോധനങ്ങൾ കേട്ടുവോ, ആരുടെ ശിഷ്യനായിരുന്നുവോ, അതെല്ലാം ഞാൻ ഒരു നിമിഷം കൊണ്ട് മറന്നു. ഞാൻ കർത്താവിനെ കാണിച്ചു കൊടുത്തു. കർത്താവ് കുറ്റമില്ലാത്ത രക്തമാണ്, അവനെ കാണിച്ചു കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അതിന് ഞങ്ങൾ എന്ത് വേണം? നീ ചെയ്തു, നീ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നു, അതിന് ഞങ്ങൾക്കെന്ത്? നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. നിന്റെ കുറ്റങ്ങൾക്ക് നീയാണ് പരിഹാരം കാണേണ്ടത്, നിന്റെ പാപത്തിന് നീയാണ് പരിഹാരം കാണേണ്ടത്. നീയാണ് കർത്താവിനെ കാണിച്ചു കൊടുത്തതെങ്കിൽ നീയാണ് അതിന് പരിഹാരം വരുത്തേണ്ടത്. വ്യക്തിപരമായി ഓരോരുത്തരും അവനവന്റെ പാപത്തിന്റെ പരിഹാരം അവനവനാണ് കണ്ടെത്തേണ്ടത് എന്ന ഒരാശയം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വാക്കുകൾ കേട്ട അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. ആ 30 വെള്ളിക്കാശ് കുറെ മണിക്കൂറുകൾ മാത്രമേ അവന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ പണം വളരെ സങ്കടപ്പെടുത്തുന്ന പണമായിരുന്നു. ആ 30 വെള്ളിക്കാശ് നോക്കുമ്പോഴെല്ലാം ആ ഓരോ വെള്ളിക്കാശിനും യേശുവിന്റെ രക്തത്തിന്റെ ഒരു പ്രതിഫലനമാണ് അവന് കാണുവാനായിട്ട് കഴിയുന്നത്. എന്റെ കർത്താവിന്റെ രക്തത്തിന് ഈ വിലയാണോ ഞാൻ ഇട്ടത്? ഈ വില കൊണ്ട് കർത്താവിന് ഇനി മടങ്ങി വരാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അവൻ ആ പണം എറിഞ്ഞു കളഞ്ഞിട്ട്, ദേവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞിട്ട്, മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അവൻ പുറപ്പെട്ടു പോയി. പിന്നീട് നാം അവനെ കാണുന്നത് അവന്റെ മൃതശരീരമാണ്. അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് മരിക്കുന്നതിന് മുൻപേ തന്നെ അവൻ മരിച്ചു. കർത്താവ് അവന് വേണ്ടിയും കൂടിയാണ് മരിക്കുന്നതെന്ന സത്യം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. കർത്താവ് മരിക്കുന്നതിന് മുൻപേ ഈ യൂദ മരിക്കുവാനായിട്ട് ഇടയായി. അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. അവൻ നിലത്ത് വീണു, അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി എന്ന് മറ്റൊരു വേദഭാഗത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു കാര്യം അതിൻ്റെ 6-ാം വാക്യത്തിലാണ്. ഇത് രക്തവിലയാണ്. ആ വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരെടുത്തു. അത് രക്തവിലയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിലക്കി. ശ്രീഭണ്ഡാരത്തിൽ വേശ്യയുടെ പണം ഇടാൻ പാടില്ല, നായുടെ വില ഇടാൻ പാടില്ല, അനേക പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിർദോഷിയായ ഒരുവന്റെ രക്തം ചിന്താനായിട്ട് അവർ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു നിർദോഷിയെ, ഒരു നിഷ്കളങ്കനെ, ഒരു നീതിമാനായവനെ, ദൈവപുത്രനെ, അവനെ രക്ഷിക്കാൻ വന്ന മശിഹയെ നിഷ്കാരുണ്യം കൊല്ലുവാൻ പോവുകയാണ്. ആ രക്തച്ചൊരിച്ചിലൊന്നും ഒരു വേദനയുമില്ല. പക്ഷെ ദേവാലയം, അതിൻ്റെ ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലെ പ്രമാണങ്ങൾ, ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൊട്ട് പിന്നാലെ എനിക്ക് ആശ്വാസവും സന്തോഷവും നൽകിയ ഒരു കാര്യമുണ്ട്. പരദേശികളുടെ മൃതശരീരം അടക്കാൻ കൂടെ
കർത്താവിൻ്റെ വില ഉപകരിച്ചു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. സെമിത്തേരിയുടെ പേരിലൊക്കെ എന്തെല്ലാം വാഗ്വാദങ്ങളാണ് ഇന്ന് നടക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ മരണം കൊണ്ട് അനാഥർക്കും പരദേശികൾക്കും വേണ്ടി ഒരു സെമിത്തേരി കൂടെ അന്ന് അവിടെ രൂപം കൊണ്ടു. കർത്താവ് വാസ്തവത്തിൽ സെമിത്തേരി പണിയാനല്ല വന്നത്, സെമിത്തേരി സ്ഥാപിക്കുവാനുമല്ല വന്നത്. കർത്താവ് സ്വർഗം പണിയുവാനും സ്വർഗം വാഗ്ദത്തം ചെയ്യുവാനുമാണ് വന്നത്. അവൻ വന്ന് നമുക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്യുകയായിരുന്നു. ലോകം അവനെ കൊണ്ട് ചിലപ്പോൾ ഉപയോഗിക്കുന്നത് സെമിത്തേരി ഉണ്ടാക്കുവാനായിട്ടായിരിക്കാം. എന്നാൽ അവൻ ലോകത്തിന് നൽകിയത് സ്വർഗമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ എന്താണ് ചെയ്തത്? അവൻ നേരെ കാൽവറിയിലേക്ക് ചെന്ന് തൻ്റെ ജീവനെ അവിടെ വെച്ചു കൊടുത്തു. അവൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇടയായി. അവൻ്റെ മരണം കൊണ്ടാണ് നമുക്ക് സ്വർഗമുണ്ടായത്, നമ്മുടെ ശവക്കുഴി നീങ്ങിയത്, നമ്മുടെ നരകം നീങ്ങിയത് അവൻ്റെ മരണത്തിലൂടെയാണ്. ഇന്ന് ഏറെ സന്തോഷത്തോടുകൂടെ, ഏറെ ധന്യമായ ആ ചിന്തകളോടുകൂടെ എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭോ എന്നും ഈ ദാസൻ നിന്നെ ഓർക്കുമെന്ന് ഭക്തൻ പാടിയതുപോലെ തികഞ്ഞ സന്തോഷത്തോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യൂദ രക്ഷിക്കപ്പെടാതെ മരിച്ചു പോകാൻ ഇടയായി. എന്തെല്ലാം സ്വപ്ന പ്രതീക്ഷകൾ അവന്റെ മേൽ ദൈവത്തിനുണ്ടായിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായി ലോകം മുഴുവനും സുവിശേഷം അറിയിച്ച് കർത്താവിന്റെ ഒരു പ്രിയപ്പെട്ട ദാസനായി, ദൈവരാജ്യത്തിന്റെ സ്ഥാനപതിയായി, ദൈവരാജ്യത്തിന്റെ പ്രഘോഷകനായി ജീവിക്കാനുള്ള വലിയ ഭാഗ്യം അവൻ കളഞ്ഞു. ഓരോ വ്യക്തിയും അവനവന്റെ നന്മ അടച്ചു കളയുന്നു. ഓരോ വ്യക്തിക്കും അവന്റെ മീതെയുള്ള ആകാശത്ത് ഉയരാനും വളരാനുമുള്ള എല്ലാ സാഹചര്യവും ഈ ഭൂമിയിലുണ്ട്, ഈ ജീവിതത്തിലുണ്ട്. എന്നാൽ യൂദയെ പോലെ നഷ്ടപ്പെട്ട വളരെയേറെ ആളുകളുണ്ട്. സ്വയം ഹോമിച്ച സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെയും കുടുംബത്തിൻ്റെയും തലമുറകളുടെയും എല്ലാം ഭാവി നഷ്ടമാക്കിയ അനേകം ആളുകൾ ഈ ലോകത്തിലുണ്ട്. കർത്താവിൽ വന്നിട്ട് അനേകർ ശപിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവിന്റെ അരികിൽ വന്നിട്ട് അനേകർ നിരാശരായി പോകേണ്ടി വന്നിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും കാരണം അവരുടെ സ്വാർത്ഥതകളായിരുന്നു, അവരുടെ താല്പര്യങ്ങളായിരുന്നു. കർത്താവിന്റെ മഹത്വം അവർ അന്വേഷിച്ചില്ല. ഇന്ന് രാവിലെ നാമോ അവന്റെ രക്തത്തിന്റെ വിലയാണ്. യൂദ കർത്താവിന്റെ രക്തത്തിന് 30 വെള്ളിക്കാശാണ് വില കൊടുത്തതെങ്കിൽ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. യൂദയ്ക്ക് ഈ യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് 30 വെള്ളിക്കാശിന്റെ വിലയുള്ളായിരുന്നു. എന്നാൽ ഈ രക്തത്തിന്റെ വില അതുല്യമാണ്, അമൂല്യമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ദൈവസന്നിധിയിൽ നാമും ആയിരിക്കുന്നത്. ഈ ധന്യമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ഇന്ന് ഭരിക്കട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഇടവരട്ടെ. നമുക്കൊരു വാക്കുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praises be to the name of the Lord. As we are sitting in front of God's Word on this bright Sunday to worship Him, let us sit with a thankful heart for all the mercies that He has shown to us. May the worship not come from our lips only, but from the heart. May God enable us to worship Him in spirit and in truth. I'll read a few verses. First of all, I'll read Matthew's Gospel, chapter 28, verse 1. Now after the Sabbath, as it began to dawn towards the first day of the week, Mary Magdalene and the other Mary
came to look at the grave. We are reading here about some people who are going to the grave to see the dead body of Jesus Christ. In Luke's Gospel, we read the same passage where it is written, they took all the materials they had prepared and then they went to the grave. After Sabbath, when the day ended, people could go outside, buy things. So hopefully these ladies went, bought some spices, they prepared it so that they may put it on the body of Jesus. In those days, for ladies to go to a place like a graveyard, it was very tough task. And still a question there in mind, who will roll the big stone that is lying at the mouth of the grave? Not taking any point into consideration, with full preparation, they went there. They had a motto to see the body of Jesus Christ and to honor it by putting some embalming so that the body may not decay easily according to their culture. When they went with a prepared heart to honor the Lord, we see the result that came out. We read about it in verse 9. Behold, Jesus met them and greeted them, and they came up and took hold of his feet and worshipped him. They could see the Jesus whom they wanted to see. They expected to see his dead body if the big obstacle, the stone, was removed, and see the beauty. Jesus met them alive and they could worship him. There were guards. We don't read that they could see this Jesus. Nobody else could see, but those who had gone there with prepared hearts, we read it very specifically that they could see Jesus. And they returned there with a happy heart. Are we being able to see Jesus in our worship today? Are we being able to worship him from our open heart, or is the worship coming only through the lips? The one who died for us is today the living Savior. He rose again from the dead. He did not stay in the grave. He is not a dead Savior. He rose again from the dead. And Mary Magdalene and the other Mary could see that and worship him. Others could not. May God enable us to worship him in spirit and in truth. When we listen to these great facts, let us always sit with a prepared heart in his presence and see his beauty as these sisters could see. May his holy name be glorified. Amen. Praise the Lord. Looking around us, it's gloomy everywhere. The pandemic has caused serious damage to all the people in all parameters. But for the children of God, the source of joy and hope is in God. We believe in our great God who is loving, compassionate and merciful. He is sovereign, all-powerful, all-good and all-knowing and sustaining us with his grace. He inspires love and instills hope in our hearts. Though many of us could not gather together physically as local assembly, let us worship him in spirit and truth, in one accord wherever we are. For a brief meditation, let us read a familiar portion from the Gospel of Mark, chapter 11, verses 2 to 4, and also verse 7. And saith unto them, Go your way into the village over against you, and as soon as ye be entered into it, ye shall find a colt tied, whereon never man sat. Loose him and bring him. And if any man say unto you,
Why do ye this? Say ye that the Lord hath need of him, and straightway he will send him hither. And they went their way and found the colt tied by the door without in a place, where two ways met, and they loosed him. Verse 7. And they brought the colt to Jesus and cast their garments on him, and he sat upon him. The passage is about the triumphal entry of our Lord into Jerusalem, just a few days before his crucifixion. It was a fulfillment of prophecy recorded in Zechariah. The description of the animal is given as a colt whereon never man sat, tied by the door, outside the house in a place where two ways met. A description which perfectly fits us and our past. The animal chosen by the King of Kings. It was not the colt that chose its rider, rather it was the Lord who chose it for his use. Unlike the foal of a horse, a colt is neither of use nor of value. Even an earthly king never chooses a donkey to ride. When we consider our wretched past and our election to his kingdom, which we do not deserve, we have nothing to boast about. We can only cry out, just as Mephibosheth declared before the king, "What is your servant that you should look upon such a dead dog as I?" In the past, we were our own masters, never submitted to anyone for direction. We all had our conversation in the times past, in the lusts of our flesh, fulfilling the desires of the flesh and of the mind, and were by nature the children of wrath, even as others. We were bound and enslaved by sin, as was a colt, and were outside the house of God. We had no right to be in the house of God or in the family of God. At the crossroads, we knew not which way to go. As we read in Proverbs chapter 14, verse 12, there is a way which seemeth right unto a man, but the end thereof are the ways of death. We were useless, utterly useless, outcast, and unlovable people. Peter records in his first epistle that you are like sheep going astray, but have now returned to the shepherd and overseer of your souls. As we read on that blessed day, some wonderful thing happened to the colt. Two men came to untie him, to release him from the painful clutches of the rope. The colt was not only released, but was brought to the Lord, the Creator, the King of Kings. The Lord sat on him. What a great privilege! He was carrying the Creator of the universe on his back. The colt did not know the way to go, but he carried the King who declared himself as the way. Now he is part of the King's army under his direction. We read in Colossians chapter 1 verse 13, who hath delivered us from the power of darkness and hath translated us into the kingdom of his dear Son. Exactly the same two things which had happened to the colt, they happened to us. In the past, we were bound and tied with the shackles of sin and were under the power of darkness. But at the right time, God delivered us. Secondly, He translated each one of us into the glorious kingdom of His own dear Son. He entered our lives and sat on the throne of our hearts, that we could become part of His glorious kingdom. What a great transformation! A sinner becoming a saint. The grace of God is His unmerited favor toward us. Though salvation came to us free, absolutely free, the Lord paid a great price for it. He Himself bore our sins in His own body on the tree. He suffered, bled and died in our stead, outside the gates to bring us into the presence of God. The cry in darkness, my God, why have you forsaken me?" reminds us the pain, agony and suffering endured by Him. It was for the joy that was set before Him He endured the cross, despising the shame. It was not the nails that held Him to the cross, but the love He had for us. The incident gets over as they reach the temple, which indicates the presence of God.
Similarly, we were adopted into the household of God as His own children. He has qualified us to be partakers of the inheritance of saints in light. Behold, what manner of love the Father hath bestowed upon us, that we should be called the sons of God. This morning, let us bow our hearts before the throne of grace in grateful adoration before the awesome God who loved us with an everlasting love and gave Himself for us. May His name be glorified. Amen. Praise be to God. A wonderful privilege here this morning to glorify Him, to worship Him, to give Him all the praises, for He alone is worthy of all our praises. Even during this time of pandemic, it's a wonderful thing for us to worship Him through this medium, to remember all the excellent things that He has done in our lives. For our brief meditation, please turn with me to Psalm 96. 4 verses we will read initially, the first 4 verses, and we will also read verses 8 and verse 9. O sing to the Lord a new song, sing to the Lord all the earth. Sing to the Lord, bless His name, proclaim the good news of His salvation from day to day. Declare His glory among the nations, His wonders among all nations, among all peoples, For the Lord is great and greatly to be praised. He is to be feared above all gods. Verse 8. Give to the Lord the glory due His name, bring an offering and come into His courts. O worship the Lord in the beauty of holiness, tremble before Him, all the earth. The first 4 verses are asking us to sing glory, sing to the Lord a new song, sing to the Lord. And the psalmist is asking the entire earth to sing to the Lord and to bless His name, to proclaim His good news, declare His glory among the nations and the wonders among all the people. But then when you come to verse 9, it says, give to the Lord the glory due His name, bring an offering and come into His courts. We all know, and we know that we were people who were outside the courts. We were outside the gates. We were outcasts. We were Gentiles, and we were not even anywhere close to be called the chosen people like Israel. But then here we are seated in the presence of God and calling upon His name, the holy name, and glorifying Him and worshiping Him and praising Him. It all came to be through our Lord Jesus Christ. We were all living in utter darkness. We were living in a land that is shadow of death. But here we are this morning, remembering that we were there, but here this morning we are in the presence of God, the living God, glorifying Him and worshiping Him. A couple of verses from Isaiah chapter 9 and verse 2, it reads about people who walked in darkness, people who lived in the land of shadow of death. We were those people. We were walking in darkness day in and day out. We were living in a land of shadow of death. Shadow of death means the shadow keeps following us. There was definitely a death for us. Even now there is a definite physical death, but our soul will continue to live in eternity. But before we received our Lord Jesus Christ, we were definitely going through that death forever. Eternal death was a sure thing in our lives, and darkness was a continuous thing in our lives. But then there came a light that shined upon His people. Again, in those verses in Isaiah, we read, those who dwelt in the shadow of darkness, upon them a light shined. What does it mean when it says, upon them a light shined? It is as the sun is right above your head. When the sun is right above your head, you don't have a shadow.
because the light is right above your head. I believe that this verse is the exact meaning. That's the exact meaning of this verse. It says, the light shined upon his people, and therefore there is no shadow of death anymore. The shadow of death has completely been removed from our lives. And this has happened to be because of our Lord Jesus Christ. And if we were to turn to the Gospel according to John chapter 1, we read about our Lord Jesus Christ. We read that all things were made through him, and he was there from the beginning. We also read that in him, in verse 4, we read, in him was life, and that life was the light of men. We see how our Lord Jesus Christ, being life, and that life being light to us, he decided to come down to this earth, to take our form, so that he can teach us the meaning of this life, the meaning of this light, the use of this light. He came down to teach us. He lived just like each one of us, but then he lived without sin. He took the cross upon himself. He went through all the physical agony. Can we even imagine the physical pain that he went through? If we cannot comprehend the physical pain that he went through, we cannot comprehend the spiritual pain that he went through, the agony that he went through when the wrath of our sins, the judgment of our sins were poured upon him. Just 3 nails held him on the cross, but I believe there was something beyond those 3 nails that held him on the cross. It was his love for us. He remembered each one of us when he was there on the cross. When the people were asking him to step down, call upon his angels to remove him from the cross, he did not do that. He could have done that. Our Lord was capable of doing that. But then he remembered each one of us. He remembered that salvation comes to us only through him. And there needed a perfect sacrifice on that cross. And that was his sacrifice on that cross. Without that sacrifice, we wouldn't have received the salvation. He knew it fully well. And therefore he held himself on that cross. And he knew that he had to die, and he had to go through those hours of darkness. The entire earth was filled with darkness, so that our darkness will be removed from us. And during the time of darkness, I believe that the wrath of our sins were poured upon him. That judgment was being poured upon him. And soon after that, he passed his life on that cross. He gave up his life on that cross. But then we know that our Lord Jesus Christ rose again on the 3rd day. And he stood victorious over death and over evil and over sin and Satan. And because he is alive, today we are alive. We are alive not only on this earth as mortal beings, but then we are alive in eternity. We have this great hope that he has given us, that we are no more living in the land of shadow of death. We are no more living in darkness. We are not walking in darkness, because we have that light with us. We have that light who is the life with us. And he has given us his life for us, so that we will carry that light throughout our life. What a beautiful God we have. And that's why it says, "O worship the Lord in the beauty of his holiness." That is the beauty of his holiness, because he has given his life for us so that we will receive his life. And because he is holy, because his life is holy, we are also holy. Because of him, we are alive. Because he died, we are alive. Because he took our darkness, today we have light in our darkness. There's no more darkness in our lives. We will live this life in complete light. We are no more in darkness. What a wonderful God we have. And therefore the psalmist is asking us, sing to the Lord a new song. He has given us a new life. He has given us the hope of eternal life. A life after, or life beyond this earth, where we will be with him in the presence of God, worshipping him. It says, proclaim this good news of his salvation from day to day. We need to proclaim this salvation. We need to declare his glory among the nations, and all the wonders that he has done among all the peoples.
and to give thanks to the Lord, the glory that is due His name. What a wonderful name we have through Him. His name is love, our Lord Jesus Christ, a Savior who gave His life for us, and so that we will receive that eternal life. And when we believed, it says that we should not perish but have eternal life. And because we believed in that eternal God who lived, and even at the beginning, and who came down to this earth to give us that eternal life, He has promised us that He is coming again to take us to a place where He dwells, where He is preparing a place for us. What a wonderful God. Let's all continue to worship Him, continue to praise Him, and love Him more and more for all the love that He has given us in this lifetime. May the Lord's name be glorified. May these words exalt us. May these words edify us and help us to worship Him in all truth and honor. Praise be to God. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി നമ്മളുടെ ശ്രദ്ധയെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ഈ വാക്യത്തിൽ 2 ആശയം കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി പൗലോസ് പറയുന്നു, എന്നെ സ്നേഹിച്ച ദൈവപുത്രൻ. രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നത്, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. ഇവിടെ ഇതിൻ്റെ ഒന്നാമത്തെ ആശയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, വലിയവനായ ദൈവത്തിന് എന്നോട്, അതായത് പൗലോസ് പറയുന്നു എന്നോട് തോന്നിയ സ്നേഹം. പൗലോസ് ഇവിടെ മാനവരാശിയുടെ ഒരു പ്രതിനിധിയായിട്ട് നിലകൊള്ളുകയാണ്. നമ്മളുടെ ഓരോരുത്തരെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്നെ സ്നേഹിച്ച, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച ദൈവപുത്രൻ. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുക, അത് വലിയ സ്വാഭാവികമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ ദൈവത്തിന് മനുഷ്യനോട്, പൗലോസിനോട്, എന്നോട്, നിങ്ങളോട് തോന്നിയ സ്നേഹം അതിശയകരമായ സ്നേഹമാണ്. അങ്ങനെ പറയാൻ കാരണം, ദൈവം മനുഷ്യനെ സ്നേഹിച്ചപ്പോൾ മനുഷ്യർ ആരായിരുന്നു എന്നുള്ള വസ്തുതയാണ്. പൗലോസ് പറയുന്നു, എന്നെ സ്നേഹിച്ച ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹിച്ച പൗലോസ് ആരായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവം പൗലോസിനെ സ്നേഹിച്ചപ്പോൾ പൗലോസ് ആരായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അതിശയിപ്പിക്കുന്ന വിഷയം. അത് മനസ്സിലാക്കുവാൻ തിമത്യോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 തിമത്യോസ് 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്: മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. പൗലോസ് എന്ന വ്യക്തി, ദൈവം പൗലോസിനെ സ്നേഹിക്കുമ്പോൾ തൻ്റെ രക്ഷയുടെ കാലഘട്ടത്തിന് മുമ്പായിട്ട് ആരായിരുന്നു? ദൂഷകനായ വ്യക്തിയായിരുന്നു, ഉപദ്രവകാരിയായ വ്യക്തിയായിരുന്നു, നിഷ്ഠൂരനായ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. പൗലോസിന്റെ അല്ലെങ്കിൽ ശൗലന്റെ ആ ഉപദ്രവത്തെ നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായവും 9-ാം അധ്യായവും വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവസഭയെ ഉപദ്രവിച്ചവനാണ് ഞാൻ എന്നാണ്. അപ്പോൾ ദൈവസഭയെ ഉപദ്രവിച്ച ഒരു വ്യക്തി ആരാണ്? ദൈവസഭ. എന്താണ് ദൈവസഭ?
കർത്താവ് യേശു ക്രിസ്തു തന്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ, വിലയ്ക്ക് വാങ്ങിയ ജനങ്ങൾ അടങ്ങിയ ദൈവസഭ, തന്റെ സ്വന്തം ജനം, തന്റെ സ്വന്തം മക്കൾ, അവരെ ഉപദ്രവിച്ച വ്യക്തിയാണ് പറയുന്നത്, ഇവിടെ ഞാൻ ഉപദ്രവകാരിയായിരുന്നു. ആ ഉപദ്രവകാരിയായ, ആ നിഷ്ഠൂരനായ, ആ ദൂഷകനായ വ്യക്തിയെയും കർത്താവ് സ്നേഹിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കും. ഇനി നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6, 8, 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നാം ബലഹീനരായിരുന്നു, നമ്മൾ ശത്രുക്കളായിരുന്നു, നാം ഓരോരുത്തരും പാപികളായിരുന്നു എന്ന് ഈ വാക്യങ്ങളിൽ വായിക്കാനായിട്ട് സാധിക്കുന്നു. ബലഹീനർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹെൽപ്ലെസ് എന്നാണ്, ആരും സഹായിക്കാനില്ലാതെ കിടന്നവർ. അതിന്റെ മറുഭാഗം നാം ചിന്തിക്കുമ്പോൾ സഹായിക്കാൻ കൊള്ളാത്ത വ്യക്തികൾ, അത്ര ദുഷ്ടരും നിഷ്ഠൂരരുമായ വ്യക്തികളാണ് നാം ഓരോരുത്തരും ആയിരുന്നു. മാത്രമല്ല പാപികളായിരുന്നു, ശത്രുക്കളായിരുന്നു, ദൈവത്തോട് ശത്രുത പുലർത്തുകയാണ്. ദൈവത്തോട് ശത്രുത പുലർത്തിയിരുന്ന, അവിടെ ഇങ്ങനെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവന്റെ പുത്രന്റെ മരണത്താൽ എന്നാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും അവസ്ഥ അങ്ങനെ ആയിരുന്നു. ഇനി നാം 14-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്തായിരുന്നു? 14-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മുടെ അവസ്ഥയാണ് അവിടെ പറഞ്ഞത്. ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ദൈവം നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തൻ പോലും ഭൂമിയിലില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ വായിക്കുന്നത് നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീതിമാൻ ആരുമില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയെ നമ്മൾ അവിടെ കാണുന്നു. നമ്മൾ പഴയ നിയമ ഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അബ്രഹാമും ദൈവവും തമ്മിലുള്ള സംഭാഷണം നമ്മൾ കാണുന്നു. ദൈവം സോദോം ഗോമോറയെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സോദോം ഗോമോറയ്ക്ക് മധ്യസ്ഥത നിന്നുകൊണ്ട് അബ്രഹാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഒരു 50 നീതിമാന്മാരെങ്കിലും സോദോം ഗോമോറയിൽ ഉണ്ടെങ്കിൽ നീ അവയെ നശിപ്പിക്കരുത് എന്ന് പറയുന്നു. ദൈവം പറഞ്ഞു 50 ഉണ്ടേ ഞാൻ നശിപ്പിക്കത്തില്ല. ആ സംഭാഷണം നീളുകയാണ്. 45 നീതിമാന്മാരാകുന്നു, 40 ആകുന്നു, 30 ആകുന്നു, 20 ആകുന്നു, 10 ആകുന്നു. അവിടെ ദൈവം സോദോം ഗോമോറയെ നശിപ്പിച്ചു. എന്താ കാരണം? ഒരു 10 നീതിമാൻ പോലും ഇല്ലാത്ത ഒരു പട്ടണം. ലോകത്തിന്റെ ഒരു ചിത്രമാണ് നമ്മളവിടെ കാണുന്നത്. മാനവരാശിയുടെ ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഒരുത്തനും നീതിമാനായിട്ടില്ല, ഒരുത്തൻ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല, ഒരുത്തൻ പോലും ദൈവത്തെ സ്നേഹിക്കുന്നവരില്ല. നാം വായിച്ചതുപോലെ നാം എല്ലാവരും ശത്രുക്കളായി നിന്ന സാഹചര്യമാണ്, അവസ്ഥയാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ നാം പ്രാരംഭത്തിൽ വായിച്ച ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, നാം ഓരോരുത്തരും ഈ ഒരു അവസ്ഥയിലൂടെ, ഈ ഒരു ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എന്താണ്? എന്നെ സ്നേഹിച്ച ദൈവപുത്രൻ, നമ്മെ സ്നേഹിച്ച ദൈവപുത്രൻ. അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. ദൈവത്തിന് മനുഷ്യനോട് തോന്നിയ സ്നേഹം അത് അതിശയകരമായ സ്നേഹമാണ്. കാരണം സ്നേഹിക്കുവാൻ കൊള്ളാത്തവരായിരുന്നു നാം ഓരോരുത്തരും. ഒരു തരത്തിലും സ്നേഹിക്കപ്പെടുവാൻ ഒരു അർഹതയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ ആ സമയത്ത്, തക്ക സമയത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവപുത്രന് നമ്മോട് സ്നേഹം തോന്നി എന്ന് കാണുകയാണ്. രണ്ടാമത്തെ ആശയത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ഗലാത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിലെ 2-ാമത്തെ ആശയം, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. ദൈവപുത്രൻ നമ്മെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ നാം അവിടെ വായിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിലെ ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി നാം വായിക്കണം. നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അതായത് നാം പാപികളായിരുന്ന ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ, സ്വയം ഇഷ്ടത്താൽ, സ്വയം ഇച്ഛയാൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എത്രയോ അർത്ഥവത്തായ വാക്കാണ്. നമുക്ക് വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. സ്വന്തം പാപത്തിന് വേണ്ടി ഒന്നുമല്ല, സ്വന്തമായിട്ടുള്ള തെറ്റുകൾക്ക് വേണ്ടി ഒന്നുമല്ല, നമുക്ക് വേണ്ടി തന്നെത്താൻ. എന്താണ്? സ്വയമായിട്ട്. ഹി ഗേവ് ഹിംസെൽഫ് എന്നാണ് വായിക്കുന്നത്. സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പിന്നെ മൂന്നാമതായിട്ട് വായിക്കുന്നു, ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തേ? നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണെങ്കിൽ, എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എബ്രായ ലേഖനം 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് വായിക്കാം.
അപ്പോൾ താൻ ഏൽപ്പിച്ചു കൊടുത്തത് ക്രൂശിന് വേണ്ടിയാണ്, ക്രൂശിലെ മരണത്തിന് വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. തന്നെ താൻ മരിക്കുവാൻ, ദൈവഹിതം നിറവേറ്റുവാനായിട്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ വായിക്കുന്നത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അതായത് ക്രൂശ് മരണത്തിലൂടെ ഉണ്ടാകുന്ന അപമാനം സാരമില്ല എന്ന് വെച്ചു, അലക്ഷ്യമാക്കി, അത് സാരമില്ല എന്ന് വെച്ചു. കാരണം ക്രൂശ് മരണം ഏറ്റവും അപമാനം നിറഞ്ഞ മരണമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വീണ്ടും വായിക്കുന്നത് ക്രൂശ് മരണം എന്ന് പറയുന്നത് വളരെയധികം ശാപഗ്രസ്തമായ മരണമാണ്. മരത്തിൽ തൂങ്ങുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ ശാപവും ആ അപമാനവും നിന്ദനായി നിസാരനായിട്ട് മുഖത്തൊക്കെ തുപ്പലേറ്റ് ആ നിലയിൽ ആ ഒരു അവസ്ഥയിലേക്ക് ക്രൂശ് മരണത്തോളം താഴ്ത്തപ്പെട്ടവനായി കർത്താവായ യേശു ക്രിസ്തു തീർന്നു. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെയാണ് നാം ഇവിടെ കാണുന്നത്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? തന്നെത്താൻ ഈ ക്രൂശ് മരണത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് ഉത്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം വായിച്ചു എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ തന്റെ മുമ്പിൽ വെച്ചിരുന്ന ആ സന്തോഷം ഓർത്ത് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി. എന്തിനാണ് ഈ തന്റെ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് വായിക്കുന്നു? എന്തിനാണ് താൻ ഈ ക്രൂശിനെ സഹിച്ചത്? എന്തിനാണ് ഈ അപമാനം താൻ ഏറ്റത്? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. എന്താണ് കർത്താവിന്റെ മുമ്പിലുള്ള സന്തോഷം? തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ സന്തോഷം എന്താണ്? അതാണ് നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ ക്രൂശ് മരണത്തിന് അപമാനം നിറഞ്ഞ ശാപഗ്രസ്തമായ നിന്ദ്യമായ നിസാരമായ വേദനാജനകമായ ആ മരണം വരിച്ചതിന്റെ കാരണം തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെ എബ്രായ ലേഖന കർത്താവ് വിളിക്കുന്നത് ഇങ്ങനെയാണ്: അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ സാധിക്കുന്നു. തന്റെ ക്രൂശ് മരണ മുഖാന്തരം താൻ തന്നെത്താൻ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്ന് പറയുന്നത് അനേക പുത്രന്മാർ, അനേകരെ ദൈവ തേജസ്സിലേക്ക്, ദൈവഭാഗത്തേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? കാണാതെ പോയ ആടുകളെ പോലെ തെറ്റി ഉഴന്ന് നടക്കുകയാണ്. നമ്മളെ നായകനിലേക്ക് മടക്കി വരുത്തുന്ന ആ പ്രക്രിയ കർത്താവായ യേശു ക്രിസ്തു സാധ്യമാക്കിയത് ക്രൂശ് മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമ്മളെ ഓരോരുത്തരെയും തേജസ്സിലേക്ക് നടത്തുന്ന ആ സന്തോഷം ഓർത്തപ്പോ കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എത്ര അതിശയകരമായ സ്നേഹം, എത്ര അത്ഭുതകരമായ സ്നേഹം! നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമോ? എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ ഏറ്റവും വിനയപ്പെടുത്തിയിട്ട് ഈ അതിശയകരമായ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ആരുമല്ല എന്ന് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ ദൈവമേ, എന്നെ സ്നേഹിച്ചല്ലോ, എന്നെ സ്നേഹിച്ച് എൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചല്ലോ, തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവപുത്രന് ഹിതമായല്ലോ, സ്നേഹിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എങ്കിലും എന്നെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് എല്ലാ മഹത്വവും ഞാൻ നൽകുന്നു. അങ്ങനെ പറയാനല്ലാതെ നമുക്ക് എന്ത് പറയാനായിട്ട് കഴിയും? എത്ര അതിശയകരമായി നമ്മെ സ്നേഹിച്ച ദൈവം, ആ ദിനവന്തനുമായ ദൈവം നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഏറ്റവും നിന്ദ്യനായി തീർന്ന്, നിസാരനായി തീർന്ന്, ക്രൂശ് മരണത്തോളം തന്നെ താഴ്ത്തുവാൻ, അപമാനം അലക്ഷ്യമാക്കി നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. ഇന്ന് പകൽക്കാലം ഈ ദൈവപുത്രനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ മഹത്വവും ഈ ദൈവപുത്രന് അർപ്പിക്കാം. ഇന്ന് പകൽക്കാലം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മെ സ്നേഹിച്ച ഈ ദൈവപുത്രനെ, നമുക്ക് വേണ്ടി സ്വന്തം പ്രാണനെ ഏൽപ്പിച്ചു തന്ന ഈ ദൈവപുത്രനെ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഈ ദൈവപുത്രനെ നമുക്ക് മഹത്വപ്പെടുത്താം, ആരാധിക്കാം, സ്നേഹിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.